ഇതേ സമയത്ത് വന്നൊരു കേസ് ഞാൻ ഈയിടെ വായിച്ചത്, ഈ 93 തന്നെയാണ് അഭയ കേസ് നടക്കുന്നത്. അഭയ കേസിൻ്റെ പിന്നാലെ ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള കളികളും നടന്നിട്ടും അതിൻ്റെ പിന്നാലെ 28 കൊല്ലം ഒറ്റ വ്യക്തി, ജോമോൻ പുത്തമ്പരക്കൽ. പുത്തമ്പരക്കൽ ആ കേസ് ഡയറി എഴുതി പുസ്തകം എഴുതിയിട്ടുണ്ട്, ദൈവത്തിൻ്റെ സ്വന്തം വക്കീൽ എന്ന പേരിൽ. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, എത്ര കൊലകൊമ്പന്മാർ പ്രതികളായാലും, ഏതൊക്കെ ഏജൻസികളെയും ഗവൺമെൻറ്റുകളെയും കോടതികളെയൊക്കെ വിലക്കെടുത്താലും, ഒരാൾ ആത്മാർത്ഥമായിട്ടൊരു കേസിൻ്റെ പിന്നിലുണ്ടെങ്കിൽ അത് വിജയിക്കും എന്നാണ്. അദ്ദേഹം വിജയിക്കാത്തതിൻ്റെ ഉദാഹരണം അദ്ദേഹം പറഞ്ഞു, രാജീവ് ഗാന്ധിയുടെ കൊല്ലപ്പെട്ട കേസിൽ ഒരു പ്രതിയെയും ശിക്ഷിച്ചില്ല. ഒരു മഹാരാജ്യത്തിൻ്റെ കേസാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിൻ്റെ കേസാണ്, എന്നിട്ട് പോലും അതിൻ്റെ പിന്നാലെ ആരും കൂടിയില്ല. അത് വായിച്ചപ്പോൾ ഞാൻ ഓർത്തത്, ഇപ്പോൾ സാറ് ഈ പറയുന്നതിൻ്റെ ഒരു തുടർച്ചയാണ് ഞാൻ ഓർത്തത്, ഇതേ കാലത്താണല്ലോ ചേകനൂർ കേസ്. അല്ല, ഞാനതിൻ്റെ ആ കേസിൻ്റെ പുറകിൽ പരമാവധി പോയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും സാൽമ്യാജിൽ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ് പിന്നെ ഈ CBI വക്കീലുണ്ടല്ലോ രവീന്ദ്രനോട് എനിക്ക് എല്ലാവരുടെ കേസ് ഷീറ്റും കിട്ടി. ഞാൻ പറഞ്ഞു, പ്ലീസ് നിങ്ങൾ പിന്നെ മുഹാജിൻ്റെ കേസ് ഡയറി എനിക്കും തരൂ. അത് എൻ്റെ അടുത്തില്ല, അത് മുഹാജിൻ്റെ അടുത്താണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മുഹാജിൻ്റെ അടുത്ത് പോയി. അപ്പോൾ മുഹാജിർ പറഞ്ഞു അത് എൻ്റെ അടുത്തില്ല, അത് രവീന്ദ്രൻ്റെ അടുത്താണെന്ന് പറഞ്ഞു. അങ്ങനെ 3-4 പ്രാവശ്യം ഞാൻ പോയി, പിന്നെ ഞാൻ നിർത്തി. അപ്പോൾ ഞാൻ പ്ലീസ് നിങ്ങൾ എന്താണ് തരാത്തത്, നിങ്ങളടുത്തുണ്ടെങ്കിൽ തരൂ. അത് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ, ഞങ്ങൾക്ക് പിന്നെ ചിലതൊന്നും കോടതിയിൽ ഹാജരാക്കേണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ വക്കീലിനോട് പറഞ്ഞു. അത്രക്കും അവർ എന്താണ് അവരെ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്, ഉറപ്പായി ബോധ്യമായി. പിന്നെ ഈ പേപ്പർ വക്കീൽ പിന്നെ ജഡ്ജിക്ക് നമ്മൾ വെറുതെ കളിപ്പിക്കപ്പെടുകയാണെന്ന് തോന്നി. കേസ് ഒരുപാട് കാശ് ചെലവാക്കിയെങ്കിലും പിന്നെ അന്വേഷണത്തിന് വേണ്ടി എത്രയോ കോടികൾ ചെലവാക്കിയെന്നാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. പക്ഷേ ആ രേഖകളൊന്നും CBIയുടെ ശരി ഇൻവെസ്റ്റിഗേഷൻ സുഭാഷിന്റെ അതേപോലെ കക്കാട് അലിയാറിന്റെ നേതൃത്വത്തിലാണ് ഈ ഗൂഢാലോചന നടന്നത് മർക്കസിൽ വെച്ചിട്ട്. കക്കാട് അലിയാർ ഞാൻ കണ്ടു, വാർത്തകളൊക്കെ വന്നു. എന്നിട്ട് ഞാൻ പിന്നെ ഞാനും സാൽബാജും കൂടി നമ്മുടെ രവീന്ദ്രൻ വക്കീലെടുത്ത് പോകുമ്പോൾ കക്കാട് അലിയാർ എങ്ങനെ കിട്ടുക നമ്മളോട് ചോദിക്കുന്നത്, അന്വേഷണ ഉദ്യോഗസ്ഥനെ ചോദിക്കുന്നത് അതെ എവിടെയാണ് എങ്ങനെ കിട്ടുക. അപ്പം ഞാൻ പറയും ഞാനെങ്ങനെ കൊണ്ടുവരും സാറേ, കക്കാട് അലിയാരെ കിട്ടുക. അപ്പം ഇവർക്കൊരു ലുക്കൗട്ട് നോട്ടീസോ ഒന്നും കൊടുത്തില്ല, കക്കാട് അലിയാരെ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല. കാരണം കക്കാട് അലിയാരെ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിചാരണ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പിലാണ് വെളിപ്പെടുത്തിയത് എന്നെ അമീറായിട്ടാണ് തിരഞ്ഞെടുത്തത്. ഞങ്ങൾ 6 പേരെ 9 പേര് കുറേ പേര് പറയുന്നുണ്ട്, ബഷീർ പത്തനാപുരം, അതേപോലെ കക്കിടി ഹംസ, ഈ പിന്നെ കുഞ്ഞുമരക്കാർ, അങ്ങനെ കുറേ പേര്, ബഷീർ ഒരു വാഴക്കാട് ബഷീർ മാസ്റ്റർ, അങ്ങനെ കുറേ പേര് ചേർന്നിട്ടാണ് ഇവർ ഗൂഢാലോചന നടത്തുന്നത്. പക്ഷെ അന്ന് അമീറിന് പോകാൻ പറ്റില്ല, അമീറിന് എന്നാൽ ജീപ്പിൽ കയറാൻ പറ്റില്ല. ബാക്കിയുള്ളവരെല്ലാവരും കൃത്യം നിർവഹിച്ചു കയറി. അത് മൗലവിയുടെ ഒരു ദുരന്തം എന്നല്ലാന്ന് പറയാനാ. അങ്ങനെ അവർ ആ ബോഡിയായിട്ട് വന്നപ്പോൾ അങ്ങനെ വന്നതൊക്കെ പിന്നീട് ഇതൊക്കെ സമ്മതിക്കാൻ ആര്, ഈ കക്കാട് അലിയാർ. ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇപ്പോൾ CPK ഗുരുക്കൾ വെളിപ്പെടുത്തിയത് അങ്ങനെയൊക്കെ തെളിഞ്ഞിട്ട് പോലും ഈ കക്കാട് അലിയാരുടെ ഈ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ സാക്ഷിമൊഴി അത് ചീഫ് മജിസ്ട്രേറ്റ് കോടതിയുടെ മുമ്പിലാണ് പറഞ്ഞത്. എന്നിട്ട് പോലും അതുപോലും ഈ പുതിയ ജഡ്ജിന്റെ മുമ്പിലെത്തിയിട്ടില്ല. മുഹാജിന്റെ കേസ് ഡയറി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എല്ലാ കേസ് ഡയറിയും കണ്ട് എനിക്ക് അത് കാണാൻ പോലും പറ്റില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പോയി വെറുതെ പോകുമ്പോഴൊക്കെ എറണാകുളത്ത് പോകുമ്പോൾ രവീന്ദ്രനോട് ചോദിക്കും, ഇവിടെ ഇല്ലാന്ന് പറയും. അപ്പോൾ ഇനിയും കോടതിയിലെത്താത്ത, ജഡ്ജിയുടെ മുമ്പിലെത്താത്ത എന്തുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ നിസ്സഹായത എനിക്ക് മനസ്സിലായി അന്നത്തെ. പക്ഷേ മൗലവിയുടെ കേസിൽ നിങ്ങൾ പറഞ്ഞ ഈ നേരത്തെ തോന്നിയ ഗതികേട് സത്യമാണ്, നിർഭാഗ്യം എന്ന് സാർ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ എനിക്ക് തോന്നിയത് CPK ഗുരുക്കൾ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നിയത്, അവസാന കാലത്ത് ഈ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിക്കും അതിൻ്റെ പ്രസിദ്ധീകരണങ്ങൾക്കും വേണ്ടി സാമ്പത്തികമായി വലിയ ബാധ്യതകളുണ്ടായിരുന്നു മൗലവിക്ക്. അദ്ദേഹം ആര് വന്നാലും അതൊരു പ്രധാനപ്പെട്ട കണ്ടെത്തലാണ്, എനിക്ക് ഭയങ്കര ഒരു ഞെട്ടലും സങ്കടമൊക്കെ ഉണ്ടാക്കിയൊരു കാഴ്ചയാണ്. അതായത് ആര് വന്നാലും ഒരു കവറ് കൊടുത്താൽ ആരാണെന്ന് പോലും അന്വേഷിക്കാതെ അവരുടെ കൂടെ മതപ്രസംഗത്തിന് പോയിരുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു അവസാന കാലത്ത്. അതൊരു ഗതികേടായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ ഒരു ഗതികേട് ഉണ്ടായതായിട്ട് എനിക്കറിയില്ല. കാരണം ആ സമയത്ത് ഇങ്ങനെയൊക്കെ പിന്നെ ന്യൂസ് കേട്ടപ്പോൾ നമ്മുടെ എഞ്ചിനീയർ വീരാൻകുട്ടി സാഹിബ്, ഇവർ NTA കരീം, നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ട് മൗലവിയോട് പറഞ്ഞു, മൗലവിക്ക് എന്തെങ്കിലും ബാധ്യത ഉണ്ടെങ്കിൽ ഇപ്പം പറയണം, നമ്മളെല്ലാ പൈസയും നമ്മളിപ്പം അടയ്ക്കും, ഇപ്പം തരാൻ തയ്യാറാണ്. പിന്നെ ആര് വിളിച്ചാലും രാത്രി പുറത്തു പോകരുത്, അതൊക്കെ ലംഘിച്ചു. PC മമ്മൂട്ടി പറഞ്ഞാൽ ആര് വിളിച്ചാലും രാത്രി പുറത്തു പോകരുത്. പക്ഷെ എങ്ങനെ ഈ പരിപാടിക്ക് നിങ്ങളോട് ആരോടെങ്കിലും അറിയിച്ചിരുന്നു? ആരോട് പറഞ്ഞില്ല.
ഇങ്ങനെ അദ്ദേഹം പോയത് പിന്നെ നമ്മളെ പേടിച്ചിട്ട് പോയതാണ്. നമ്മളിവിടെ പറഞ്ഞാലും ശരി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ അതുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ അദ്ദേഹം നമ്മൾ പറഞ്ഞതും കേൾക്കാതെ, എഞ്ചിനീയർ വീരാൻകുട്ടി പറഞ്ഞ് കേൾക്കാതെ, PC മുഹമ്മദ് പറഞ്ഞ് കേൾക്കാതെ ഒക്കെ അവരൊക്കെ പലപ്പോഴും പറഞ്ഞ പോലെ രാത്രി പുറത്തു പോയിട്ട് വന്നു പറഞ്ഞിട്ടും കേട്ടില്ല. മാത്രമല്ല ഒരിക്കലും ഇദ്ദേഹത്തിൻ്റെ കൊടുക്കാൻ ബാധ്യത കുറച്ച് എനിക്കറിയാം. കല്ലായിൽ ഒരു പ്രസിഡന്റ് എത്രയോ 25,000 കൊടുക്കണ്ടായിരുന്നു. നിങ്ങൾ വീട്ടിയതാ? അല്ല, എന്നിട്ട് എഞ്ചിനീയർ വീട്ടി, എഞ്ചിനീയർ വീരാൻകുട്ടി സാഹിബ് വീട്ടിയത്. അങ്ങനെ കുറെ അങ്ങനത്തെ ഇതൊക്കെ പറയാൻ പറഞ്ഞു. അതൊക്കെ കൊണ്ടുപോയിട്ട് ഞാൻ ദൃക്സാക്ഷിയാണ്. അത് എല്ലാം വീട്ടിട്ട് മൗലവിയുടെ ഒരു ഖുർആൻ പരിഭാഷ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എഞ്ചിനീയർ പറഞ്ഞു. പക്ഷേ അതൊന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ റെഡിന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ അപ്പോഴേക്കാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നത്. അദ്ദേഹത്തിന്റെ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിന് മുപ്പര വീടൊക്കെ പിന്നെ കുറെ പുറമ്പുകളൊക്കെ വിട്ടിട്ടുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് അദ്ദേഹം അങ്ങനെ സാമ്പത്തിക ഞെരുക്കൊന്നും അല്ലാതെ അനുഭവിച്ചിട്ടില്ല. അത് ചെറിയ ചെറിയ കടങ്ങളുണ്ടാവും, അത് അദ്ദേഹം തന്നെ വിട്ടും. അതെനിക്കറിയാം, കാരണം ഞാൻ എടപ്പാളിൽ പ്രാക്ടീസ് ചെയ്യായിരുന്നു. അന്ന് എടപ്പാളിലാണല്ലേ? ഈ ജോമോന്റെ പുസ്തകം പോലെ ഈ വിഷയത്തിൽ അടുത്ത കാലത്ത് വിവാദം ഉണ്ടാക്കിയൊരു പുസ്തകം കാന്തപുരത്തിൻ്റെ ആത്മകഥയാണ്. അതിലും ഈ കേസ് പരാമർശിക്കുന്നുണ്ട്. അത് പക്ഷേ ചേകനൂരിനെതിരായിട്ടാണ്. പക്ഷേ ആ കേസിൽ ഇദ്ദേഹത്തിൻ്റെ ജസ്റ്റിസ് കമാൽ പാഷയുടെ ഇടപെടലിനെ കുറിച്ച് പറയുന്നില്ല. സാർ കണ്ടു കാണും. അത് കാന്തപുരത്തെ പ്രതിയാക്കിയത് കമാൽ പാഷയാണ് കേസിൽ. കമാൽ പാഷ ഒരു പിന്നെ വല്ലാത്ത ധൃതി കാണിച്ചു. അത് കാന്തപുരത്തിന് അനുകൂലമായി. അതാണ് സംഭവിച്ചതല്ലേ? അങ്ങനെ ധൃതി കാണിച്ചതിന്റെ പിന്നിൽ കമാൽ പാഷയെ മറുപക്ഷം എനിക്കറിഞ്ഞൂടാ ധൃതി കാണിക്കാൻ പാടില്ലായിരുന്നു. കാരണം വേണമെങ്കിൽ സത്യത്തിൽ കംപ്ലീറ്റ് വരുന്നതിന് മുമ്പേ ഇദ്ദേഹത്തിൻ്റെ തെളിവ് ശരിക്കും പ്രകടമാകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പ്രതിയാക്കേണ്ട ആവശ്യമില്ലല്ലോ. കുറച്ച് ധൃതി കാണിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് അപ്പോഴേക്ക് തന്നെ ഇത് പിന്നെ പരിഗണിക്കാൻ പറ്റില്ല കോടതി തള്ളി. അതോടുകൂടി കാന്തപുരത്തെ തള്ളിയതായി. കമാൽ പാഷ അങ്ങനെ ധൃതി കാണിക്കാൻ ആരായിരിക്കും അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടാവുക? നിങ്ങളൊന്നും ഏതായാലും സ്വാധീനിക്കാൻ പോയിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞ് മൗലവിക്ക് വേണ്ടി ആരും സ്വാധീനിക്കാൻ പോയിട്ടില്ല. അവസാനമായിട്ട് ഒറ്റ കാര്യം കൂടി, ഈ ഒടുവിൽ ഇപ്പോൾ കാന്തപുരം ഇപ്പോൾ ഗൂഢാലോചന കേസ് ഒട്ടും ചർച്ചയ്ക്ക് വരാതെ പോയി. ഇല്ല, ഇത് ഞാൻ പറയട്ടെ, ബോഡി കിട്ടേണ്ട ആവശ്യമില്ല. ഇത് ഒരാളെ ശിക്ഷിക്കണമെങ്കിൽ ബോഡി കിട്ടുക എന്നുള്ളത് ഒരു മസ്റ്റല്ല. പിന്നെ ഈ 9 പ്രതികൾ എങ്ങനെ വെറുതെ വിട്ടു കോടതി? ന്യായം അതാ പറഞ്ഞത്. ഇതിന് കാര്യമായിട്ടൊരു വിചാരണ നടന്നിട്ടില്ല. ഇതൊരിക്കലും ഇവരുടെ ആവശ്യമുള്ള രേഖകൾ CBI വക്കീല് ആവശ്യമുള്ള രേഖകൾ പിന്നെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. ആദ്യം അവർ കുറച്ചൊക്കെ ആക്കിയെങ്കിൽ അങ്ങനെയാണ് ഇരട്ട ജീവപര്യന്തം ഹംസ സഖാഫിക്ക് ഇരട്ട ജീവപര്യന്തം കൊടുത്തത്. അപ്പം അന്ന് അവർ പിന്നെ ഒരാളെ മാത്രം ശിക്ഷിച്ചു. അതും ഇരട്ട ജീവപര്യന്തം കൂടെ ശിക്ഷിച്ചു. ഇന്ന് ബാക്കിയുള്ളവരൊക്കെ എന്താക്കി? ആ മറവിൽ ഒഴിവാക്കി. അപ്പം ഞാൻ പറഞ്ഞു, ഇത് അപകടമാണ്. ഇതേ ലൂപ്പ് ഹോൾ ഉപയോഗിച്ചിട്ട് ഈ രക്ഷപ്പെടും. 4 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിട്ടു. അപ്പം പൊതുവെ എല്ലാവർക്കും ഒരു സമാധാനമായി, ഒരാളെ ശിക്ഷിച്ചല്ലോ. ഇത് എനിക്ക് തോന്നുന്നു അവർ വേണ്ടമാതിരി, അവർ ഹംസക്കൊക്കെ വേണ്ടമാതിരി കൊടുത്തിട്ടുണ്ടായിരിക്കും. ആവാം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിക്ഷ ഹംസ പോകണ്ടേ, ഹംസ പിന്നെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോണ്ടേ? എന്നെ എന്തിന് 4 കൊല്ലം ഇവിടെ ഇട്ടു? പോയിട്ടില്ല. ഇല്ല, അത് ഏറ്റെടുത്ത പോലെ അവരാണ് നാടകമാണ്. യെസ്. അല്ല, എന്തായാലും പിന്നെ ബാക്കിയുള്ളവർക്ക് സുഖമായിട്ട് ജീവിക്കാം. എന്തായാലും ജലീൽ സാർ, ഇതിൽ എനിക്ക് തോന്നുന്നൊരു ഒരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ ഈ കേസിന് ഇപ്പോൾ ഏതായാലും ഒരു റീ എൻക്വയറി നടക്കുകയോ അത് റീ ഓപ്പൺ ചെയ്യാൻ എന്നാണ് എൻ്റെ ആഗ്രഹം. അത് റീ ഓപ്പൺ ചെയ്യണമെന്നാണ്. അതിന് ഇനിയും ലക്ഷങ്ങൾ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഒരാൾ തയ്യാറുണ്ടെങ്കിൽ, ഒരു വക്കീൽ തയ്യാറുണ്ടെങ്കിൽ. കാരണം അത് പിന്നെ മൗലവിയുടെ എന്താ പറയുക, മൗലവിയോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു അത് തീർച്ചയായിട്ടും കേൾക്കേണ്ടവർ ഇത് കേൾക്കട്ടെ. കാരണം മൗലവിയോടുള്ള ആത്മാർത്ഥത കൊണ്ടും മൗലവിയോടുള്ള അടുപ്പം, മൗലവി കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു രേഖകളും അവരെവിടെ എത്തിച്ചിട്ടില്ല. കോടതിയുടെ ഈ ജഡ്ജിന് മുമ്പിൽ എത്തിച്ചിട്ടില്ല. അത് വക്കീൽ, അത് പിന്നെ അഡ്വക്കേറ്റ്, CBI അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞതാണ്, അത് ഞങ്ങൾക്ക് ഇത്ര രേഖകൾ ഹാജരാക്കാൻ വകുപ്പുള്ളൂ ഡോക്ടറെ. അതെന്തെങ്കിലും അങ്ങനെ ഒരു കേസിലാകുമ്പോൾ അപ്പം സാൽമേജ് പറയും, സാറിനോടൊന്നും പറയണ്ട, അങ്ങനെ പറയണ്ട. ഞാൻ പറയുന്നത് ആരോടത് പറയാ?
അത് ഡോക്ടർ ജലീൽ സാർ ഇങ്ങനെ ഒരു വാഗ്ദാനം ഏത് വക്കീൽ തയ്യാറാണെങ്കിലും അതിന് പണം മുടക്കാൻ തയ്യാറെന്നുള്ള വാഗ്ദാനം മൗലവിയുള്ള സ്നേഹം കൊണ്ടോ അടുപ്പം കൊണ്ടോ അദ്ദേഹത്തിൻ്റെ ആശയത്തിനുള്ള കുറവുകൊണ്ടുമാണ്. എന്നാൽ ഇത് കേൾക്കേണ്ടത് മൗലവിയെ ആശയപരമായി പിന്തുണക്കുന്നവർ മാത്രമല്ല, ജനാധിപത്യത്തിൻ്റെയും സ്വതന്ത്ര ചിന്തയുടെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും വായു ശ്വസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനാധിപത്യ വിശ്വാസികൾക്കൊക്കെ ഇത് കേൾക്കാവുന്നതാണ്. ജലീൽ സാറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. പുനരന്വേഷണത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ നിയമവിദഗ്ധരൊക്കെ ആ വഴിക്ക് ഇടപെടേണ്ടതാണ്. കാര്യം കൂടി എനിക്ക് അതിൽ പിന്നെ മുഹാജിറിൻ്റെ ആ കേസ് ഷീറ്റ് ഒന്ന് കണ്ടാൽ കൊള്ളാൻ ആഗ്രഹമുണ്ട്. വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ മുഹാജിറുണ്ട്. മുഹാജിർ എന്ന അന്നത്തെ CBIയുടെ അന്വേഷണ തലവനായിരുന്നത്. അദ്ദേഹം തയ്യാറാക്കിയ കേസ് ഷീറ്റ് ഞാനിതുവരെ കണ്ടിട്ടില്ല. എനിക്കത് വായിച്ചു നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാന്തപുരത്തെ ചോദ്യം ചെയ്തതായിട്ടും പറയുന്നുണ്ട്. അദ്ദേഹം കാന്തപുരത്തെ പ്രതി പിന്നെ കാന്തപുരത്തിലാണ് എല്ലാ പ്രതികളും പറഞ്ഞത് കാന്തപുരത്തിൻ്റെ പേര്. നമുക്ക് വിവരാവകാശത്തിനും സാധ്യതയില്ലല്ലോ അതിനും സ്കോപ്പില്ല. തടസ്സം പറഞ്ഞവർ രാജ്യദ്രോഹം എന്നൊക്കെ പറയും, രാജ്യസുരക്ഷ കുറേ കാര്യങ്ങൾ പറയും. എന്തായാലും അദ്ദേഹം പിന്നെ ശരിക്കും അത് കൊണ്ടുവരേണ്ടതാണ്. കാരണം അവിടെ നല്ല ഒരു ആശ്വാസമുള്ളത് എന്തായാലും ഇത്തരം വല്ല സാധ്യത കേസ് റീഓപ്പൺ ചെയ്യാനുള്ള വല്ല സാധ്യതയുണ്ടെങ്കിൽ അതിന് എല്ലാ സാമ്പത്തിക സഹായവും ചെയ്യാൻ ഡോക്ടറും സുഹൃത്തുക്കളും തയ്യാറാണ്. അത് ഒരു വെളിപ്പെടുത്തലാണ്. രണ്ടാമത്തെ ഒരു കാര്യം, എനിക്ക് തോന്നുന്നൊരു സന്തോഷം, പല സാക്ഷികളായിട്ട് ഇപ്പോൾ വിയോജിപ്പുകളും അല്ലെങ്കിൽ സൂക്ഷ്മാംശങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ കാണാം അവരുടെയൊക്കെ കണ്ടെത്തലുകളിൽ. പക്ഷേ പതുക്കെ ഈ കേസിൽ ആരാണ് യഥാർത്ഥ പ്രതികളെന്ന് കോടതി വിധിച്ചാലും ഇല്ലെങ്കിലും ജനങ്ങളുടെ മനസ്സിലേക്ക് ഏതാണ്ട് വിധി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എല്ലാ ദിവസവും പുതിയ വെളിപ്പെടുത്തലുകളുമായിട്ട് ആളുകൾ വരുന്നുണ്ട്. 32 കൊല്ലമായി മൗലവിയെ കാണാതായിട്ട് ഒരു അസ്ഥികഷ്ണം പോലും ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല. നമ്മൾ ഫാസിസത്തിനെതിരാണ്, പക്ഷേ ഫാസിസ്റ്റുകൾ ആരാണ് എന്ന് ആരാനെ നോക്കി വിളിച്ചു കൂവുന്ന നാട്ടിൽ നമ്മുടെ ഉള്ളിലെ നമ്മുടെ തന്നെ കൂടെയുള്ള നമ്മുടെ ഇടവഴിയിലും നടവഴിയിലുള്ള ഫാസിസത്തെ നമ്മൾ കാണാതെ പോകുന്നുണ്ട്. അതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട പാഠം. ഡോക്ടർ ജലീൽ സാറ് വല്ലതും ചേർത്ത് പറയാനുണ്ടെങ്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിൽ പല പ്രതികളും മരിച്ചുപോയി. ഇപ്പോൾ ബഷീറൊക്കെ അന്ന് മരിച്ചുപോയി, അദ്ദേഹം മരിച്ചു. പിന്നെ പ്രധാനപ്പെട്ടവർ ഒന്ന് രണ്ട് പേര് മരിച്ചുപോയിട്ടുണ്ട്. എന്നാലും അതിൽ പ്രധാനപ്പെട്ട അവരെ കൊണ്ട് ചെയ്യിച്ച പിന്നെ ആ ഉപജാപക വൃന്ദം ഇപ്പോഴും നിലവിലുണ്ട്. അവർ വലിയ പരിവേഷത്തോടെ അവരിപ്പോഴും പരിഹസിക്കുന്നുണ്ട് പലപ്പോഴും. അവർ പരിഹസിക്കുന്ന സത്യത്തിൽ നിയമത്തെയാണ്, ധർമ്മത്തെയാണ്, അല്ലേ, ഒരു ജനാധിപത്യ സംവിധാനത്തെയാണ്, കുറ്റാന്വേഷണ സംവിധാനങ്ങളെയാണ്. അവർ എത്ര പരിഹസിച്ചാലും സ്വയം പരിഹാസ്യരാകുന്നു. നമുക്കതിൽ വലിയൊരു അത്ഭുതം തോന്നില്ല. കാരണം മൗലവിയുടെ വാദം അക്ഷരാഭ്യാസമാണ് ഒന്നാമത്തെ ഇസ്ലാം കാര്യം എന്നായിരുന്നു. അന്ന് ഇതിനൊക്കെ കളിയാക്കിയവരായിരുന്നു കാന്തപുരം. നബിക്ക് അക്ഷരാഭ്യാസം അറിയില്ല, ഉമ്മിയാണ് നബി, നിരക്ഷര കുഷിയാണ്, അതുകൊണ്ട് നമ്മളും നേടേണ്ടതില്ല എന്ന് പറഞ്ഞ വിഭാഗം. അതാണ് അവരുടെ സുന്നികളുടെ ഒരു ഒന്നാമത്തെ ഒരു ചിന്താഗതിയാണ്. നബി അക്ഷരാഭ്യാസം നേടിയിട്ടില്ല എന്ന് പറഞ്ഞത്. പക്ഷേ പിന്നെ ഈ കേസ് വന്നതോടുകൂടി ഈ ചേകന്നൂർ വധത്തിൽ പ്രധാന പങ്ക് വഹിച്ച ജമിയത്തുൽ ഇസ്ലാമിയ, ടൈഗർ സുന്നികൾ, പിന്നെ അതേപോലെ പ്രസന്റ് വോളണ്ടിയർ കോർ, ഇതിലൊക്കെ ഉള്ള ആ ഗ്രൂപ്പ് തന്നെ അപ്രത്യക്ഷമായിട്ടില്ല. അത് രൂപാന്തരം പ്രാപിച്ചൊരു നോളജ് സിറ്റി ആയിട്ട് മാറി. അതാണ് ചേകന്നൂർ മാജിക്. ചേകന്നൂർ മൗലവിയുടെ ഒരു മാജിക്കാണ് അത്, ഖുർആന്റെ ഒരു മാജിക്കാണ്. ഈ ആയുധം കൊണ്ട് കളിക്കാൻ പറഞ്ഞെടുത്ത് അക്ഷരം വന്ന് കളിച്ചു, അല്ലേ? ഒരു ആഗോള നിലവാരത്തിലുള്ള അന്താരാഷ്ട്ര നിലവാരം ഒരു നോളജ് സിറ്റി ഉണ്ടാക്കി. അതിന് നമ്മളെ വിജയം. ഇത് ഒരു നോളജ് സിറ്റി എന്ന പേരിൽ ഒരു വലിയ സ്ഥാപനം, അത് അവരെ തന്നെ വിഴുങ്ങും. ആ നോളജ് സിറ്റി അവരെ തന്നെ വിഴുങ്ങും. ആ വിദ്യാഭ്യാസം എന്തായാലും കുറച്ചുപേർ വിദ്യാഭ്യാസം നല്ല രീതിയിലുണ്ട്. ഞാനൊരു സുന്നി മൊയ്തീനോട് മകനാണ്. എൻ്റെ വാപ്പ 50 വർഷം പള്ളിയിൽ ഹത്തീബായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സുന്നിയിൽ നിന്ന് മുജാഹിദായി, പിന്നെ കുറച്ച് ജമാഅത്തായി, അങ്ങനെ പിന്നെ മൗലവി അക്ഷരാഭ്യാസമാണ് ഒന്നാമത്തെ ഇസ്ലാം കാര്യം എന്ന് പ്രസംഗിക്കുന്ന കേട്ടപ്പോൾ അതിലാകർഷണമായി അദ്ദേഹത്തിന് കൂടെ പോയാളാണ്. തീർച്ചയായിട്ടും ആ മൗലവിയുടെ ആശയങ്ങൾ വിജയിക്കുന്നു തന്നെയാണ്. ഏറ്റവും രസമായിട്ട് തോന്നുന്നത് അന്ന് ക്രിസന്റ് വോളണ്ടിയർ കോർ, അതേപോലെ CVC, ടൈഗർ സുന്നികൾ, ജമിയത്തുൽ ഇസ്ലാമിയ എന്നൊക്കെ പറയുന്ന അവരിലുള്ള പ്രവർത്തകരൊക്കെ ഇല്ലാണ്ടായി. പകരം അദ്ദേഹം വലിയൊരു ആഗോള പ്രശസ്തമായ സ്ഥാപനം. എന്തായാലും അറിവിന് വലിയ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അത് ചേകന്നൂർ മൗലവി മെമ്മോറിയൽ നോളജ് സിറ്റി ആണെന്ന് പറയാറുണ്ട്. തീർച്ചയായിട്ടും ആശയപരമായ മൗലവി മെമ്മോറിയൽ നോളജ് സിറ്റി ഞാൻ പലപ്പോഴും പറയാറുണ്ട്. കാരണം അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചത് ചേകന്നൂർ മൗലവിയാണ് എന്ന് പറഞ്ഞാൽ ചേകനൂരിന്റെ ചോര കൊടുത്താണെങ്കിലും ചേകനൂരിന്റെ ജീവൻ കൊടുത്താണെങ്കിലും ആശയത്തിന് ഫലമുണ്ടായി. വലിയ മാറ്റം ഉണ്ടായി.
തീർച്ചയായിട്ടും. നമുക്ക് ചേകന്നൂർ മൗലവിയെ പോയിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹം 58 വയസ്സിൽ ജീവിച്ചു. ഒരു വൃക്ഷായുസിൽ ജീവിക്കാവുന്ന എൻ്റെ പരമാവധി അദ്ദേഹം ജീവിച്ചു. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അദ്ദേഹം പറയാൻ ബാക്കി വെച്ച പലതും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം. പിന്നെ ഞാൻ മെനക്കെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, മൗലവി അനുസ്മരണത്തിന് ഓരോ അനുസ്മരണത്തിന് നമ്മൾ പലതും പറയാറുണ്ട്. അങ്ങനെ പലതും പുറത്തു വന്നു. തീർച്ചയായിട്ടും. ഇന്നും ഞാൻ തയ്യാറാണ്. ചേകന്നൂർ മൗലവി പറയുന്നൊരു കാര്യം, 5 നേരത്തെ നമസ്കാരം ഒരു സുന്നത്ത് മാത്രമാണ് എന്ന് ഇവിടെ ഏതെങ്കിലും ഒരു സംഘടന പറഞ്ഞാൽ ഞാൻ അന്ന് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി പിരിച്ചു. ഇത് 5 നേരം ഞാനിപ്പോഴും ഖുർആൻ സുന്നത്ത് സൊസൈറ്റി കൊണ്ടു നടക്കുന്നത് ചേകന്നൂർ മൗലവിയുടെ വാദം മുറുകെ പിടിക്കാൻ. അത് സുന്നത്ത് മാത്രമായിട്ട് എടുക്കുക. പ്രാർത്ഥനകൾ, അനുഷ്ഠാനങ്ങൾ. സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്? പിന്നെ നിസ്കരിക്കുക, നോമ്പ് നിൽക്കുക, ഹജ്ജ് ചെയ്യുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നിക്ക് അല്ലെങ്കിൽ ഒരു മുസ്ലിമിന് ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യം. എന്താണ്? നമസ്കരിക്കുക, നോമ്പ് നിൽക്കുക, ഹജ്ജ് ചെയ്യുക. എന്നാൽ ഖുർആൻ പഠിപ്പിച്ചത് മനസ്സ് നന്നാക്കുക, അറിവ് നേടുക, കർമ്മം ചെയ്യുക. 3 കാര്യം. നന്നാക്കുക, അറിവ് നന്നാക്കുക, കർമ്മം ചെയ്യുക. ഇതാണ് പ്രൊഫറ്റ് മുഹമ്മദും നബിയും ഖുർആനും പഠിപ്പിച്ച പാടാണ്. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ നമസ്കാരം, നോമ്പ്, ഹജ്ജ് എന്നല്ല പ്രധാനം, വിദ്യാഭ്യാസവും സൽക്കർമ്മങ്ങളുമാണ് എന്ന് പറയുന്ന നിങ്ങളുടെ നമസ്കാരത്തെ, 5 നേരത്തെ നമസ്കാരത്തെ ഒരു സുന്നത്ത് മാത്രമായി എടുക്കൂ എന്ന് പറയുന്ന ഏതൊരു സംഘടന ഇന്നുള്ള 300ഓളം ഗ്രൂപ്പുകളുണ്ട്. അതിലൊരു ഗ്രൂപ്പ് ഉറക്കെ പ്രഖ്യാപിച്ചാൽ ഞാൻ അന്ന് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി പിരിച്ചുവിടും.